പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലത്തെ ISL മത്സരത്തിൽ ചെന്നൈയിൻ FC-യും ഹൈദരാബാദ് FC-യും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഹൈദരാബാദ് FC ഇന്നലത്തെ മത്സരത്തിൽ ചെന്നൈയിൻ FC പരാജയപ്പെടുത്തിയത്. ചെന്നൈയിൻ FCക്ക് വേണ്ടി 4-ാം മിനിറ്റിൽ ഇർഫാൻ യാദവ് ആയിരുന്നു വിജയ ഗോൾ നേടിയത്. എന്നാൽ പിന്നീടുള്ള മിനിറ്റുകളിൽ ഹൈദരാബാദും ചെന്നൈയും ഗോളുകൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. ഇർഫാൻ യാദവ് നേടിയ ആ ഏക ഗോളിൽ ചെന്നൈയിൻ FC അവസാന നിമിഷം വിജയിച്ചു കയറുകയായിരുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ചില നാടകീയ സംഭവങ്ങൾ തന്നെ അരങ്ങേറിയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ചെന്നൈയിൻ FCയുടെ ഒരു സൂപ്പർ താരത്തെ ഇന്നലെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ മത്സരം കണ്ട ആരാധകർക്കെല്ലാം അത് മനസ്സിലാകും. എന്തായാലും ചെന്നൈയിൻ FCയുടെ ഡിഫൻഡറായി കളിക്കുന്ന എൽസീഞ്ഞോ എന്ന് പറയുന്ന സൂപ്പർ താരത്തെയാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടാതെ താരത്തിന് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അടിയേറ്റിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും താരം എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എത്ര നാൾ എൽസീഞ്ഞോ ഇനി പുറത്തിരിക്കേണ്ടി വരുമെന്നതൊക്കെ നമ്മൾ ഇനി കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. ഇന്നലെ ഹൈദരാബാദ് FCയുടെ ഒരു പ്ലെയർ ബോളിലാണ് അടിച്ചത്. പക്ഷേ ആ ബോളിലല്ല കൊണ്ടത് അദ്ദേഹത്തിൻ്റെ കാല്, പകരം എൽസീഞ്ഞോയുടെ തലയിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു വലിയ പരിക്ക് അദ്ദേഹത്തിന് ഏറ്റത്. പിന്നീട് അദ്ദേഹത്തിന് ആംബുലൻസിൽ കയറ്റി അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. എന്തായാലും താരത്തിൻ്റെ പരിക്കിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും താരത്തെ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.